ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗലാത്യ 5:19. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിലൂടെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഭാഗം എത്ര പ്രാവശ്യം നമുക്ക് വായിക്കാവോ അത്രയും പ്രാവശ്യം വായിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കുമ്പോൾ ആത്മശോധന ചെയ്യുക. എന്നിൽ ഈ പാപങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഈ പാപങ്ങൾക്ക് അടിമപ്പെട്ടവരെ ഒരിക്കലും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല, ഉറപ്പാണ്. കാരണം മനുഷ്യരായി നാം അയോഗ്യരും പാപികളും ബലഹീനരുമാണ്. നമ്മിലെല്ലാം ഈ തിന്മ ഉറപ്പായും പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ കള്ളം പറയുന്നു. കാരണം മനുഷ്യർ ബലഹീനരാണ്. ബൈബിളിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രബലമായി പ്രവർത്തിക്കുന്നത്. സത്യമാണത്. ദൈവം നമുക്ക് എന്തെങ്കിലും ബലഹീനതകളും എന്തെങ്കിലും സഹനങ്ങളും തരുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് നമ്മെ ആവശ്യമുള്ളത് കൊണ്ടാണ്. കർത്താവിന് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബലഹീനത ഇല്ലെങ്കിൽ ഒരു സഹനം തമ്പുരാൻ തന്നിരിക്കും. ഇല്ല എങ്കിൽ നമ്മളുടേതായ ലോകത്ത് വ്യാപരിക്കും. തമ്പുരാൻ ആവശ്യമുള്ളവർക്ക് പലവിധ സഹനങ്ങൾ അനുവദിക്കും. സത്യമായ കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇന്നത്തെ ടാസ്ക് ഇതാണ്. എന്നെ ശ്രവിക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്ക് നമ്മൾ ഇപ്പോൾ കേട്ട ഈ പൗലോസ്ലീഹ പറഞ്ഞ ജഡമോഹങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ ശാന്തരായിരിക്കുക. കണ്ണുകളടച്ച് ഒരല്പസമയം ശാന്തരായിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇതിലേതെങ്കിലും പാപം എന്നെ ഭരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പാപത്തിൽ നിന്ന് നാം പുറത്തു ചാടണം. ഇല്ലെങ്കിൽ ദൈവരാജ്യം നമുക്ക് അവകാശമായി ലഭിക്കില്ല, ഉറപ്പാണ്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങൾ പാപികളും ബലഹീനരും അയോഗ്യരുമാണ് കർത്താവേ. അങ്ങയുടെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരിച്ചറിയാൻ